നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടെ ഇവിടെ അണിചേർന്നിട്ടുള്ള ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ അനിൽ, പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല, ഇവിടെ കൂടിയ ഈ അധ്യക്ഷ വേദിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥമായി കഠിനമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ഐക്യജനാധിപത്യ മുന്നണി കൺവെൻഷനാണ് ഇത്. നേരത്തെ കരുനാഗപ്പള്ളിയിൽ പ്രിയങ്കരനായ CR മഹേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ രാവിലെ 10 മണിക്ക് നിശ്ചയിച്ച് 10:30, ഇവിടെ നമ്മൾ നിശ്ചയിച്ചത് 3 മണിക്കായിരുന്നു. പക്ഷേ പിന്നീട് വന്ന മീനഭരണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകരുത് എന്ന് കരുതി സമ്മേളനം നേരത്തെയാക്കുന്നു എന്ന് ശ്രീ സുരേന്ദ്രനാഥ് ബ്ലോക്ക് പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു. രമേശ് പിന്നീട് സംസാരിച്ചു. അതുകൊണ്ട് അവിടെ കൺവെൻഷൻ 9:30-ക്കാക്കി. 9:45 തുടങ്ങി 10:30 മണിക്ക് ഞാൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. വളരെ ആവേശകരമായ സമ്മേളനം. ഇവിടെ വന്നപ്പോൾ അതേപോലെ തന്നെ വലിയ ആവേശം. ഹരിപ്പാട് വരുന്നതിന് മറ്റൊരു പ്രത്യേകതയുണ്ടല്ലോ. ശരിക്കു പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ മണ്ണാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട രമേശ്, എല്ലാവർക്കും അറിയാം, ഹരിപ്പാട് എൻ്റെയും കൂടി മണ്ണാണ്. ഇവിടെ വന്ന് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ 2 മാസക്കാലമായി ദേഹാസ്വാസ്ഥ്യം മൂലം ഞാൻ ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. ഒരാഴ്ചയായിട്ടുണ്ട് ഇറങ്ങിയിട്ട്. പക്ഷെ ഇവിടെ വരുന്ന എന്ന് പറയുമ്പോൾ എനിക്കൊരു പുത്തൻ ഊർജം കിട്ടുകയാണ്. ഒരു പുതിയ കരുത്ത്, ഒരു പുതിയ ചൈതന്യം. വർഷങ്ങളായി ബന്ധമുള്ള നമ്മുടെ പഴയ എത്രയോ പേരെ കാണാൻ സാധിച്ചു. പലരുടെയും പരിചയം, സൗഹൃദം പുതുക്കി ഒരുപാട് പേരെ പുതുതായി പരിചയപ്പെടാൻ സാധിച്ചു. ഈ ഹരിപ്പാടിൻ്റെ മണ്ണ്, ഈ മണ്ണിൻ്റെ മകൻ, ഹരിപ്പാടിൻ്റെ ഉജ്ജ്വല പ്രതീകം പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറയുന്ന ഒരനുഭവം. കേരളത്തിൻ്റെ അഭിമാനമാണ് രമേശ് ചെന്നിത്തല. നമ്മുടെ അഭിമാനമാണ് രമേശ് ചെന്നിത്തല. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ വളരെ ഭംഗിയായി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ പശ്ചാത്തലമാണ് രമേശിൻ്റേത്. ഞാൻ പരിചയപ്പെട്ട കൊച്ചു രമേശിൻ്റെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ KSU പ്രസിഡൻ്റാണ്. 71-ലെ 13-ാം സമ്മേളനമാണ്
KSU പ്രസിഡൻ്റായി എന്നെ തിരഞ്ഞെടുത്തത്. അന്ന് രമേശ് സ്കൂൾ വിദ്യാർത്ഥിയാണ്. പിന്നീട് രമേശിനെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് KT ജോസച്ചൻ ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായ രമേശ് അന്ന് ജില്ലാ കമ്മിറ്റിയുടെ ട്രഷററാണ്, അല്ലേ? ജില്ലാ കമ്മിറ്റിയുടെ ട്രഷററാണ്. അന്ന് മുതലുള്ള ബന്ധമാണ്. പിന്നീട് പ്രവർത്തിച്ച് ജില്ലാതലത്തിൽ വന്നു, സംസ്ഥാന തലത്തിൽ വന്നു, KSU സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കണ്ണിലുണ്ണിയായി മാറി. പിന്നീട് രാജീവ് ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചനുജനായി മാറി. ദേശീയ തലത്തിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ KSU പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ 26-ാം വയസ്സിൽ, അന്ന് എത്ര വയസ്സുണ്ട്? 25-ാം വയസ്സിൽ ഹരിപ്പാട് നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ തൻ്റെ കഴിവ് തെളിയിച്ച രമേശ് പിന്നീട് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു. MLA ആയിരിക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രസിഡൻ്റായി. പിന്നീട് കേരളത്തിൽ കേന്ദ്രീകരിച്ചു. പ്രിയപ്പെട്ട ലീഡർ കരുണാകരൻ സാറിൻ്റെ മന്ത്രിസഭയിൽ അംഗമായ രമേശ്, അന്ന് കേരള നിയമസഭയുടെ സ്പീക്കറാണ് ഞാൻ. മന്ത്രിയായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഓർക്കുകയാണ്, മന്ത്രി എന്നുള്ള നിലയിൽ രമേശിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും. വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഒരു ദിവസം നിയമസഭയിൽ രമേശിൻ്റെ ചോദ്യമാണ്. മന്ത്രിയായി ചാർജ് എടുത്ത് തൊട്ടടുത്ത ദിവസം രമേശിൻ്റെ ചോദ്യം വളരെ ഭംഗിയായി, ശാന്തനായി, സമചിത്തതയോടെ EK നയനാർ ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി. സഭയുടെ, നിയമസഭയുടെ ഭരണതലത്തിലും പ്രതിപക്ഷ തലത്തിലും അഭിനന്ദനം ഏറ്റുവാങ്ങിയ ആ രമേശിനെ ഞാനിപ്പോഴും ഓർക്കുന്നു. സാധാരണ ചോദ്യത്തിന് ഒരു മറുപടി, ഒരു ചോദ്യത്തിനൊക്കെ സമയമുണ്ട്. പക്ഷെ രമേശ് അതൊന്നും നിബന്ധന കാണിക്കാതെ സർവ്വ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി. ബജറ്റ് ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത പ്രത്യേകത മന്ത്രി എന്നുള്ള നിലയിലും നല്ല വിജയമായി. പിന്നീട് നമുക്കറിയാം, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവായി മാറി. അദ്ദേഹം നടത്തിയ കേരള മാർച്ച് കേരളത്തെ ഇളക്കി മറിച്ചൊരു മാർച്ചായിരുന്നു. മന്ത്രി എന്ന നിലയിലും ആ അനുഭവങ്ങളുമായി മുന്നോട്ട് പോയി. ഒരു വലിയ വിജയമായി മാറി. പിന്നീട് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പാർലമെൻറ്റേറിയനായി. ഞാൻ ഓർക്കുന്നു, രമേശിനോടൊപ്പം പിന്നീട് ഞാൻ ആദ്യം 77 പാർലമെൻറ്റിൽ വന്നു. രമേശ് 89 പാർലമെൻറ്റിൽ വരുന്നത്.
ഞാനന്ന് നിയമസഭാ സാമാജികനാണ്. പിന്നീട് രമേശും ഞങ്ങളൊക്കെ ഒരുമിച്ച് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചു. നമുക്കറിയാം, നമ്മുടെ തീരദേശ റെയിൽവേ 77 ഞാൻ MP ആയിരുന്നപ്പോഴാണ് കൊണ്ടുവരാൻ സാധിച്ചത്. അതിൻ്റെ ഡബിളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി രമേശും ഞാനും ഞങ്ങളെല്ലാവരും നടത്തിയ കൂട്ടായ പ്രവർത്തനം ഞാനിപ്പോഴും ഓർക്കുന്നു. ആലപ്പുഴ വഴിയും കോട്ടയം വഴിക്കുമുള്ള ഡബിളിംഗ്, നിതീഷ് കുമാറാണ് അന്ന് റെയിൽവേ മന്ത്രി. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, അത് പാലിച്ചു. കോട്ടയം വഴിക്കുള്ള ഡബിളിങ്ങിൻ്റെ ഉദ്ഘാടനം കായംകുളത്ത് വെച്ച്, ആലപ്പുഴ വഴിക്കുള്ള ഡബിളിങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ചേപ്പാട് വെച്ച് മനോഹരമായി നടന്നു. ഇങ്ങനെ അന്ന് തുടങ്ങി ആ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നു. പക്ഷെ ഒരു കാര്യം എടുത്തു പറയട്ടെ, കുറച്ച് നേരത്തെ നമ്മുടെ അനിൽ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിന് വേണ്ടി രമേശ് ചെയ്ത മഹത്തായ സേവനങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചു. ഒരു നിയമസഭാ സാമാജികൻ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് എത്രമാത്രം പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളത് കൃത്യമായി തൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. ശരിക്കു പറഞ്ഞാൽ സാധാരണ നിയമസഭാ സാമാജികരെ പോലെ അല്ല അദ്ദേഹം. തിരക്ക് പിടിച്ച രാഷ്ട്രീയ നേതാവാണ്. കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിനൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് ആകെ തകർന്ന ക്രമസമാധാന നില കാണുമ്പോൾ മനുഷ്യജീവന് തെല്ലുപോലും വില കൽപ്പിക്കാതെ നടു റോട്ടിൽ വെച്ച് പട്ടാപ്പകൽ മനുഷ്യ ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ, മനുഷ്യനെ കുത്തി കൊലപ്പെടുത്തുമ്പോൾ കേരളം കണ്ട മികച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇന്നും ചർച്ച ചെയ്യുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹത്തെ കേരളം സ്മരിക്കാറുണ്ട് അഭിമാനത്തോടുകൂടി. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, അദ്ദേഹത്തെ ദീർഘകാലം അദ്ദേഹം 7 or 8 വർഷം, 9 വർഷമാണോ സംശയമുണ്ട്, 9 വർഷം KPCC പ്രസിഡൻ്റായി. പിന്നീട് വീണ്ടും മന്ത്രിസഭയിൽ വന്നപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അദ്ദേഹം പിന്നീട് പ്രസിഡന്റ് പദം ഒഴിഞ്ഞ് ആ പദവിയിലേക്ക് പിന്നീട് എനിക്ക് വരാൻ അവസരമൊരുക്കിയത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചു. വളരെ ഫലപ്രദമായ പ്രവർത്തനം കൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനവും മികച്ച രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് പ്രിയപ്പെട്ട സതീശന് വഴിയൊരുക്കി മാറി നിന്നെങ്കിലും ഔപചാരികമായി പ്രതിപക്ഷ നേതാവല്ലെങ്കിലും അദ്ദേഹം ഇന്നും ആ പദവിയുടെ ആ കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ, നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പലപ്പോഴും രമേശ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ തൃപ്തികരമായൊരു മറുപടി നൽകാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും എത്രയോ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾ രമേശിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു മനസ്സാ, ഇനി യാതൊരു സംശയവുമില്ല. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ പല പദവികളിലും മുന്നോട്ട് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ പറയട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന, അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കണം എന്ന വാശിയോടുകൂടി
ജനങ്ങൾ മുന്നോട്ട് വന്ന ഇതുപോലൊരു സന്ദർഭം എൻ്റെ മനസ്സിലില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സർക്കാരിനെ വിജയിപ്പിച്ച, വിജയത്തിലേക്ക് നയിച്ച, ഈ സർക്കാരിനെ നിലനിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാധാരണ പ്രവർത്തകർ പോലും, ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഒരു ഭരണമാറ്റം ഉണ്ടാകണം, പിണറായി മാറണം. കേരളത്തിൽ ദുർഭരണത്തിൻ്റെ വക്താവായിട്ടുള്ള, കേരളത്തെ സർവനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തെ മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കി പ്രചരിപ്പിച്ച തലമുറകളെ തകർച്ചയിലേക്ക് നീക്കുന്ന, ഈ കേരളത്തെ അരാജകമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ച പിണറായിയുടെ ജനദ്രോഹ ഭരണം, ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതുപോലൊരു കാലം. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. കാരണം ജനങ്ങളത് ആഗ്രഹിക്കുന്നു, മാറ്റം ആഗ്രഹിക്കുന്നു. എത്രയോ സർക്കാരുകളെ കണ്ട അനുഭവം നമുക്കുണ്ട്. കേരളത്തിൽ ആദ്യമായി വന്ന EMS ഗവൺമെൻറ്, പിന്നീട് പട്ടത്താനുപിള്ള സാറിൻ്റെ ഗവൺമെൻറ്, ശങ്കർ സാറിൻ്റെ ഗവൺമെൻറ്, വീണ്ടും EMSൻ്റെ ഗവൺമെൻറ്, അച്യുതമേനോൻ ഗവൺമെൻറ്, കരുണാകരൻ ഗവൺമെൻറ്, പ്രിയപ്പെട്ട CH നയിച്ച ഗവൺമെൻറ്, CH മുഹമ്മദ് കോയ അദ്ദേഹം നയിച്ച ഗവൺമെൻറ്, AK ആൻ്റണി കരുണാകരൻ നയിച്ച ഗവൺമെൻറ്, AK ആൻ്റണിയുടെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, എത്രയോ ഗവൺമെൻറ്റുകളെ കണ്ടിരിക്കുന്നു. എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ കണ്ടിരിക്കുന്നു. നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ, അതുപോലെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ കണ്ടിരിക്കുന്നു. അച്യുതമേനോൻ്റെ ഭരണം, സൽഭരണം, PKVയുടെ മികച്ച ഭരണം, ഇത് കണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും ശപിക്കപ്പെട്ട ഒരു ഭരണം, ജനങ്ങളിൽ നിന്നും അകന്നുപോയൊരു ഭരണം, അവരധികാരത്തിലേറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്ധമായി വിശ്വസിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകർ പോലും ഈ സർക്കാരിനെ വെറുക്കുന്ന ഒരു ഭരണ സംവിധാനം, ഇതുപോലൊരു ദുർഭരണം കേരളത്തിലുണ്ടായിട്ടില്ല. ശപിക്കപ്പെട്ട കേരളത്തെ സർവനാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും ഒരു കാര്യം, നല്ലൊരു കാര്യം ഭംഗിയായി ചെയ്തു എന്ന് സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിൽ അവകാശപ്പെടാൻ ഈ സർക്കാരിന് സാധിക്കുമോ? ഒരിക്കലുമില്ല. PR വർക്ക് നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ചെലവാക്കി പബ്ലിക് റിലേഷൻ വർക്ക്, പ്രചരണ പരിപാടികൾ, പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജ് പരസ്യം. ഒരു പരസ്യത്തിന് എന്താ ചെലവ്? സാധാരണക്കാരൻ്റെ ആവശ്യത്തിന് കൊടുക്കാൻ പൈസയില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾക്ക് അത്യാവശ്യം വേണ്ട മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല. ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പൈസയില്ല. ആശുപത്രി ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗത്തിൽ പോരല്ലോ. ആളുകളുടെ വയറ്റിലേക്കും കത്രികയൊക്കെ ഏർപ്പാട് ചെയ്യേണ്ടത്. ഇതുപോലൊരു കാലം, ഇത്ര ആക്ഷേപം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരോഗ്യവകുപ്പിൻ്റെ പഴയ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് ആരോഗ്യവകുപ്പിനെ വിമർശിക്കുന്നതിൽ നിന്ന് ഞാൻ പതുക്കെ ഒന്ന് മാറി നിൽക്കും. പക്ഷേ സങ്കടം കൊണ്ട് പറയുകയാണ്, ഒരു ഗവൺമെൻറ് ഭരണ സംവിധാനത്തിൽ ജനങ്ങളുടെ ആരോഗ്യം വെച്ച് പന്താടുന്ന ഇതുപോലൊരു കാലം. ആരോഗ്യവകുപ്പ് മാത്രമല്ല, സർവ്വ വകുപ്പുകളും ഏതെങ്കിലും ഒരു വകുപ്പ് മികച്ച രീതിയിൽ പോയി എന്ന് പറയാൻ സാധിക്കും. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മന്ത്രിമാരല്ല,
ഒന്നിനൊന്ന് മോശപ്പെട്ട മന്ത്രിമാർ. അതുകൊണ്ടാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് സർക്കാരിനെ പിന്തുണച്ചിരുന്ന ജനവിഭാഗങ്ങൾ, ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഈ സർക്കാർ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്. സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതല്ലേ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനം. ഈ സർക്കാരിൻ്റെ കാലത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമോ? ഇത്രയേറെ പോലീസ് സംവിധാനം തകർന്നു പോയൊരു കാലം, പോലീസ് ക്രിമിനലുകളായി മാറുന്നൊരു കാലം, പോലീസ് പരാജയപ്പെട്ട ഒരു കാലം, സ്ത്രീകൾക്കും കുട്ടികൾക്കും തെല്ലും സുരക്ഷയില്ലാത്തൊരു കാലം, സാധാരണക്കാരൻ്റെ ജീവന് വിലയില്ലാത്തൊരു കാലം, നടുറോട്ടിൽ പോലും കൊലപാതകം നടക്കുന്നൊരു കാലം, പട്ടാപ്പകൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇത്ര വ്യാപകമായൊരു കാലമുണ്ടോ? കൊലപാതകികളെ സംരക്ഷിക്കാൻ, പാർട്ടിക്കാരായ കൊലപാതകികളെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പണമെടുത്ത് സുപ്രീം കോടതി വരെ സർക്കാർ പോകുന്നു. ഈ രീതിയിൽ പോലീസ് സംവിധാനം തകർച്ചയിലേക്ക് എത്തിച്ചു. സമാധാനത്തോടെ ജീവിക്കാനുള്ള, സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണല്ലോ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തം. അവിടെ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് നാടിനെ കുട്ടിച്ചോറാക്കിയ ഈ ഭരണ സംവിധാനം എന്തിന് ഇനി മുന്നോട്ട് പോകണം? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത് നേരത്തെ അവസാനിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു സാഹചര്യം. മനുഷ്യന് രക്ഷയില്ല, ദൈവങ്ങൾക്ക് പോലും രക്ഷയുണ്ടോ? ഭഗവാന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നൊരു സാഹചര്യം ഇതുപോലെ എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം, കോടാനുകോടി ഭക്തജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമായി ശബരിമലയിൽ എത്തിച്ചേർന്ന് ദർശനം നടത്തി സായുജ്യമടഞ്ഞ് മടങ്ങിപ്പോകുന്നൊരു കാലം. ആ അയ്യപ്പ ഭഗവാന്റെ, ശബരിമല ശാസ്താവിൻ്റെ സമ്പത്ത് ഇത്രമാത്രം നഗ്നമായി കൊള്ളയടിക്കപ്പെട്ടൊരു സാഹചര്യം. ആരാണ് ഭരണകക്ഷിയുടെ CPM-ന്റെ പ്രധാന നേതാക്കന്മാർ പ്രതിക്കൂട്ടിൽ? അവരൊക്കെ ജയിലിൽ അടയ്ക്കാൻ പോലും സർക്കാരിന് തയ്യാറാകേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CPM നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. സർക്കാരിൻ്റെ സിൽബന്ദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. എന്തുപറ്റി? കുറ്റപത്രം സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതിൽ അലസത വെച്ച് പുലർത്തിയതുകൊണ്ട്, അശ്രദ്ധ വെച്ച് പുലർത്തിയതുകൊണ്ട് എല്ലാ പ്രതികളും, മാർക്സിസ്റ്റ് നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാ പ്രതികളും ജാമ്യത്തിൽ, സ്വാഭാവികമായ ജാമ്യത്തിൽ പോകുന്നൊരവസ്ഥ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി താക്കീത് കൊടുത്തു. ഒരു ഫലമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, ആ കാര്യത്തിലൊക്കെ രമേശ് ചെന്നിത്തല കാണിച്ച ജാഗ്രത, ഓരോ തലത്തിലുമുണ്ടാകുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഭക്തജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ ഇടപെടലുകൾ, ജാഗ്രതയോടുകൂടിയ ഇടപെടൽ ഈ അവസരത്തിൽ ഞാൻ നോക്കുന്നു. ഏതായാലും ഈ രീതിയിൽ ഒരു നിലയിലും നേരെ ചൊവ്വേ മുന്നോട്ട് പോകാത്ത, സർവ്വതലത്തിലും കൊള്ള, സർക്കാരിൻ്റെ പണം ദൂർത്തടിക്കുന്നു. ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യം. ക്ഷേത്ര സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെടുന്നു. ഈ രീതിയിൽ ഈ നാടിനെ സർവനാശത്തിൽ നയിക്കുന്നു. ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ സർക്കാർ അവർ കൃത്യമായി മുന്നോട്ട് പോയത്. എന്താണ്? നാടൊക്കെ മദ്യവും മയക്കുമരുന്നും വ്യാപിപ്പിക്കുക. കേരളത്തെ ഇത്രമാത്രം നാശത്തിലേക്ക് എത്തിച്ച മറ്റൊരു സംഗതി, ഏറ്റവും വലിയ വൈരുദ്ധ്യം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച
മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ, അതിൽ പറയുന്നത് ഒരു വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്: മദ്യം ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം. അതിൻ്റെ വ്യാപനം, അതിൻ്റെ വിതരണം, അതിൻ്റെ വിൽപ്പന നിയന്ത്രിക്കുന്ന നടപടികൾ സ്വീകരിക്കും. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുക, അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. കേരളത്തെ മദ്യവിപത്തിൽ നിന്നും മോചിപ്പിക്കും. മദ്യം പോലെ തന്നെ മയക്കുമരുന്നും ആപൽക്കരമായി മാറിയിരിക്കുന്നു. അതിലും തടയിടും ഈ സർക്കാർ. ഇങ്ങനെ ഉറപ്പ് നൽകി അധികാരത്തിൽ വന്നവർ നാടെങ്ങും മദ്യശാലകൾ വ്യാപിപ്പിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1000-ഓളം കടന്നു. എല്ലാ മേഖലയിലേക്കും മാറിയിരിക്കുന്നു. മയക്കുമരുന്നോ, കുട്ടികൾ, നമ്മുടെ കുട്ടികളുടെ ഭാവി ആശങ്കയിലാകുന്നൊരവസ്ഥ. ഈ സർക്കാരും മനഃപൂർവ്വം മാഫിയകൾക്ക് വേണ്ടി, മദ്യമാഫിയയ്ക്ക് വേണ്ടി, മയക്കുമരുന്ന് ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ സർക്കാരിൻ്റെ സർവ്വ കഴിവുകളും വിനിയോഗിക്കുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഈ രീതിയിൽ ജനങ്ങളെ ജീവിതം ദുസ്സഹമാക്കിയ, പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന, ക്ഷേത്രസമ്പത്ത് കൊള്ളയടിക്കുന്ന, സാർവത്രികമായ നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഈ ദുർഭരണം, അതിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനമുണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാർ ആ പാർട്ടിയിൽ നിന്നും പരസ്യമായി എതിർപ്പറിയിച്ച് രാജിവെച്ചു പോയ ഇതുപോലൊരു അനുഭവം. നമ്മുടെ തൊട്ടടുത്തുള്ള ജി സുധാകരൻ, ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. അദ്ദേഹം നേരത്തെയുള്ള പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്നു. നല്ല മികച്ച പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. CH മുഹമ്മദ് കോയയെ പോലെ, മികച്ച PKK ബാവയെപ്പോലെ മികച്ച പൊതുമരാമത്ത് മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ് ജി സുധാകരൻ. അദ്ദേഹം പാർട്ടിയോട് വിട പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പിരിയുന്നവരെ ആക്രമിക്കുക, അധിക്ഷേപിക്കുക, അവിടേക്ക് എത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ട രമേശേ, ഞാൻ ആലോചിക്കുന്നത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ കാര്യം. ശരിക്കു പറഞ്ഞാൽ സത്യസന്ധമായ കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് വലിയ മതിപ്പ് ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുണ്ട്. സത്യത്തിന് വേണ്ടി പോരാടിയ അദ്ദേഹം, സ്ഥാനത്തിന് വേണ്ടിയല്ല, സത്യത്തിന് വേണ്ടി പോരാടി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വരെ പൊളിച്ചു മാറ്റാൻ ഇടപെട്ടിരിക്കുകയാണ്. ഏതെല്ലാം തലത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാമോ? ശരിക്കു പറഞ്ഞാൽ എന്താണ് ഫാസിസം എന്നുള്ളത് കൃത്യമായി കേരളത്തിൽ പിണറായി ഭരണത്തിന് കീഴിൽ അവിടെ CPM നേതാക്കന്മാർ കാണിച്ചു തന്നിരിക്കുന്നു. കമ്മ്യൂണിസം കൈവിട്ട് ഫാസിസത്തിൻ്റെ പാതയിലേക്ക് അവർ പോകുന്നതിൻ്റെ കൃത്യമായ ലക്ഷണം കാണും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് അധികാരം വേണം, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതൊക്കെ വല്ല കാര്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ താല്പര്യം മാത്രമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിൽ നരേന്ദ്രമോദി പിണറായിയുടെ ചേട്ടനായി ഭരിക്കുന്നു. വർഗീയ ഫാസിസ്റ്റ് ശക്തി, വർഗീയ ഫാസിസത്തിൻ്റെ വക്താക്കളായി എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട്, അവരോട് ഇഷ്ടമില്ലാത്ത, യോജിക്കാത്തവരെ അടിച്ചമർത്തിക്കൊണ്ട് യഥാർത്ഥ വർഗീയ ഫാസിസത്തിൻ്റെ വക്താക്കളായി അവർ മുന്നോട്ട് പോകുന്നു. ഈ നാടിനെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടുന്നു.
എന്തിനേറെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച, ലോകം അംഗീകരിച്ച ചേരിചേരാ നയം, വിദേശ നയം, അതേ സമ്പൂർണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരഭ്രാന്തനായ ട്രംപിൻ്റെ ദാസനായി, പിടിയാളായി, ദാസിൻ്റെ ഇറാൻ മൂളിയായി, ട്രംപിൻ്റെ ഇറാൻ മൂളിയായി മോഡി ഭരണകൂടം മാറിയിരിക്കുന്നു. ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യണോ വേണ്ടയോ എന്ന്, എത്രത്തോളം ഓയിൽ വാങ്ങിക്കണം, എത്രത്തോളം എണ്ണ ഇന്ത്യയിൽ വാങ്ങിക്കണം, ഇന്ത്യക്ക് ആവശ്യം വാങ്ങിക്കണം, ട്രംപിൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എത്ര കൃത്യമായി അതിനെ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യൻ ജനതയുടെ അഭിമാനം, ലോകം അംഗീകരിച്ച ഇന്ത്യയുടെ ചേരിചേരാ നയം, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അനുവർത്തിച്ചു വന്ന മഹത്തായ വിദേശ നയം പാടെ തകർത്തുകൊണ്ട് ട്രംപിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞ് ഇന്ത്യക്കാരുടെ, ഇന്ത്യൻ ജനതയുടെ സർവ്വ അഭിമാനവും തകർത്ത് കളഞ്ഞ നരേന്ദ്രമോദി, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ദുർഭരണം, ഇന്ത്യയെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ട ദുർഭരണം, തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിട്ട ദുർഭരണം, ഈ രാജ്യത്ത് വർഗീയത പ്രചരിപ്പിച്ചു മാത്രം നിലനിൽക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആ ഭരണത്തിനെതിരെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതികരണം ഉയർന്നു വന്നു. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി അത് അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഭരണത്തിന് കമ്മ്യൂണിസ്റ്റ് നേതാവായി സ്വയം ചമഞ്ഞിട്ടുള്ള പിണറായി കൂട്ടരും കൂട്ടുനിൽക്കുകയാണ്. നരേന്ദ്രമോദിയുമായി ഒത്തുതീർപ്പ്, BJPയുമായി ഒത്തുതീർപ്പ്, അവരുമായി കൂട്ടുകെട്ട്, അവരുമായി അന്തർധാര, അതുമായി മുന്നോട്ട് പോകുന്നു. അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തിക്കൊണ്ട് BJPയെ പ്രീണിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകരായ പിണറായിയും കൂട്ടരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ അപമാനമാണ് വരുത്തിവെച്ചത്. യഥാർത്ഥ പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ അപമാനമാണ് വരുത്തിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോഡിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. അതിന് കൂട്ടുനിൽക്കുന്ന, അധികാരം മുഴുവൻ ജനദ്രോഹപരമായി മുന്നോട്ട് നീക്കുന്ന പിണറായിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. അതിലുള്ള ശക്തമായൊരു സന്ദേശമായി, നടപടിയായി ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭം പ്രയോജനപ്പെടുത്തുകയും ഹരിപ്പാട് കേരളത്തിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ട രമേശിനെ നിർത്തി, രമേശ് UDF അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ സുപ്രധാനമായ നിലയിൽ നിർണായകമായ നേതൃത്വം കൊടുക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിർണായകമായ നേതൃത്വം രമേശ്. പഴയകാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെയേറെ അനുഭവ സമ്പത്തുമായി മുന്നോട്ട് പോകുന്ന രമേശ്, നിയോജകമണ്ഡലത്തോട് നീതി പുലർത്തുന്ന നിയമസഭാ സാമാജികൻ, കേരളത്തെ ജനങ്ങളുടെ ജീവൻ സ്വത്തും പൂർണ്ണമായി സംരക്ഷിച്ച ആ കാലം, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നൊരു കാലം, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, രമേശ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, ക്രമസമാധാന നില എത്ര ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ആ ഭരണപരമായ കഴിവ്, രാഷ്ട്രീയമായ ഇച്ഛാശക്തി, ജനക്ഷേമത്തിലുള്ള അതിയായ താല്പര്യം, അതുമായി മുന്നോട്ട് പോകുന്ന രമേശിൻ്റെ നേതൃത്വം കേരളത്തിന് ആവശ്യമാണ്. കേരളം ഇന്ന് ആഗ്രഹിക്കുന്നു. ഹരിപ്പാട് അതിനുവേണ്ട എല്ലാ സംഭാവനയും മുന്നോട്ട് നീക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രത്യാശിക്കുന്നു. ഹരിപ്പാടിൻ്റെ മണ്ണിൽ ഹരിപ്പാടിൻ്റെ മകൻ, ഈ ഹരിപ്പാടിൻ്റെ പ്രതീകമായ പ്രിയപ്പെട്ട രമേശ്, കഴിഞ്ഞ വർഷം ഞാൻ ജോൺ തോമസിനോട് ചോദിക്കുകയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം എത്രയായിരുന്നു? 13,350, 13,666. ഈ തവണ അതിനെ കളത്തി വെട്ടുന്ന നല്ലൊരു ഭൂരിപക്ഷം നൽകി
ഹരിപ്പാട് രമേശ് ചെന്നിത്തലയിലുള്ള ആ വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ ഹരിപ്പാടിനോടൊപ്പം, ഹരിപ്പാടിലെ ജനങ്ങളോടൊപ്പം എന്നും ഞങ്ങളെപ്പോലുള്ളവരുണ്ടാകും. ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഞങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയപ്പെട്ട രമേശിനും, എൻ്റെ കൊച്ചു അനുജനായ രമേശിനും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാൻ, നിങ്ങളെ എല്ലാവരെയും കാണാൻ, പഴയ സ്നേഹവും സൗഹൃദവും പുതുക്കാൻ അവസരം നൽകിയതിന് രമേശിനോടുള്ള പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി. അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റുമാർ നമ്മുടെ സുരേന്ദ്രനാഥും ശംഷു അവരുള്ള ആ സ്നേഹം കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങളോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു ജനുവരി 10 ശേഷം ആദ്യമായി ഒരു യോഗത്തിൽ സംസാരിക്കുന്നത് ഇപ്പോൾ തൊട്ട് മുമ്പ് കരുനാഗപ്പള്ളിയിലാണ്. ഇത് രണ്ടാമത്തെ യോഗമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പിക്ക് വേണ്ടി ത്രോട്ടിൽ ഒന്ന് മരവിപ്പിക്കാൻ വേണ്ടി അവർ സ്പ്രേ ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ സൗണ്ടൊക്കെ വല്ലാതെ പോയിരിക്കുകയായിരുന്നു. എന്തായാലും എനിക്കൊരു ആത്മവിശ്വാസമായി. കരുനാഗപ്പള്ളിയിൽ സംസാരിച്ചു, ഇവിടെ സംസാരിച്ചപ്പോൾ എൻ്റെ സൗണ്ടിന് വലിയ കുഴപ്പമില്ലല്ലോ, സൗണ്ടിന് കുഴപ്പമില്ല, സംസാരിക്കാൻ സാധിച്ചു. ഇനി ഇന്ന് വൈകിട്ട് കായംകുളത്തുണ്ട്, വൈകുന്നേരം ചെങ്ങന്നൂരുണ്ട്, നാളെയും അത്യാവശ്യം പരിപാടി. എല്ലായിടത്തും പോകാൻ പറ്റില്ല, ഒന്നാമത് ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ അത്യാവശ്യം പോകാനുള്ളിടത്ത് പോകുക. കാരണം ഒരാൾക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തെല്ലാം ശാരീരിക പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുമയോടെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് UDFനെ വിജയിപ്പിക്കുക, അധികാരത്തിലെത്തിക്കുക. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതാണ് ഏവരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് രമേശിനും സഹപ്രവർത്തകർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ വൻ വിജയം ആശംസിച്ചുകൊണ്ട്, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അതീവ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക.